ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മട്ടക്കറിയാണ്. എൻ്റെ മട്ടക്കറി റെഡി ആയിരിക്കുന്നുണ്ടോ? നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 സവാള 4 പച്ചമുളക് എടുത്തു വച്ചിട്ടുണ്ട്. ഈ സവാള തീരെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഈ സവാള കുറച്ച് വറുത്ത് കോരണം. പിന്നെ ബാക്കി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് വഴറ്റാനും വേണം. 4 സവാളയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനിയും പച്ചമുളക് 4 കീറിയിടണം. ഇനി നമുക്കതിനകത്തിലേക്ക് 2 തക്കാളി അതും കനം കുറച്ച് അരിഞ്ഞിടുകയാണ്. അതും റെഡി ആയിട്ടുണ്ട്. ഒരു കുക്കറിനകത്തിലേക്ക് ഒരു 1/2 കിലോ മട്ടൺ ഞാൻ കഴുകി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞു. അതിനകത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. പിന്നെ അതിനകത്തിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി, എന്നിട്ടിത് കുക്കർ അടച്ച് അടുപ്പിൽ വെച്ചു. 1 വിസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ലോ ഫ്ലെയിമിലും വെച്ചിരുന്നു. ഗ്യാസ് കത്തിച്ച് ചെറിയ ഫ്ലെയിമുള്ള അടുപ്പിലാണ് വെച്ചത്. കാരണം കുറച്ച് നേരം ഇരുന്നൊന്ന് നന്നായിട്ട് വേവട്ടെന്ന് വിചാരിച്ചിട്ട്. നല്ല വേവുണ്ട് ഈ മട്ടന്. മട്ടൻ വേവുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഫ്രൈങ് പാനിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് വറക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം, ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിക്കണം. പിന്നെ അതിനകത്തിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തിലേക്ക് പിന്നെ ഒരു 5-6 ഗ്രാമ്പു ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പീസ് പട്ട, വലിയൊരു പീസാണ്, അതൊന്നും പൊട്ടിച്ച് ഇട്ട് കൊടുത്തു. ഒരു 3 പീസാക്കി ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ച് നീളം വരുന്ന. പിന്നെ ഒരു 4-5 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴിത് ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇതിനകത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്. എന്നിട്ട് അത്രയും തന്നെ മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷമാണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിക്ക് മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഒന്നിളക്കും. അതിനുശേഷം അതിനകത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരുവിധം മൂപ്പാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പൊടി കരിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എളുപ്പം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പൊടി കരിയത്തില്ല. തക്കാളിയുടെ വെള്ളമയം കൊണ്ട് പൊടി കരിയാതെ ഇരുന്നോളും. തക്കാളിയും പച്ചമുളകും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒന്ന് വെന്ത് ഉടയണം. അതിന് ഞാൻ ശകലം വെള്ളം കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ എന്നിട്ട് അതിനകത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെയും തക്കാളി ഒന്ന് വെന്തുടയണം. ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചുടച്ചെടുത്തു.
ഫ്രഷ് തക്കാളിക്ക് ആകുമ്പം എളുപ്പം ഉടഞ്ഞു കിട്ടാൻ പ്രയാസമാണ്. ഫ്രീസറിലിരിക്കുന്നതാകുമ്പം എളുപ്പം അത് ഉടഞ്ഞു കിട്ടും. പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടും തക്കാളി വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ വെള്ളം കുറച്ച് ചേർത്തത്. അപ്പോൾ ഇതൊന്ന് റെഡിയാവട്ടെ. ഇതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാനുണ്ട്. ഇതൊന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചു. തക്കാളി ഒന്ന് വെന്തുടയട്ടെ. അതിരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരിക്കുള്ള വെള്ളം വെക്കാം. അരി ഒന്ന് ഒരു 80% വേവിച്ച് എടുക്കണം. അരി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കുതിർത്തിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക് ഇതെല്ലാം കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 3 ഗ്രാമ്പൂ, 1 പീസ് പട്ട, അതുപോലൊരു 3-4 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓയിലോ അല്ലെങ്കിൽ ഗീയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുത്തത്. സാധാരണ ഞാൻ നാരങ്ങാനീരാണ് ഒഴിക്കുന്നത്. നാരങ്ങാനീരോ വിനീഗറോ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടി ഇത് നല്ല സഹായമായിരിക്കും. പട്ടയും ഏലക്കായും ഒക്കെ ഞാനിപ്പോഴാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ അരി അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി അതിനകത്ത് കിടന്നൊന്ന് നല്ലപോലെ വെന്ത് കിട്ടണം. അതായത് ഒരു 80%. ഒരുപാടങ്ങ് വെന്തളിയരുത്. അത്രയാകുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അരിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം തിളച്ച് പൊങ്ങി തോവും. നല്ലോണം വെട്ടി തിളയ്ക്കട്ടെ. അപ്പോൾ എൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. ഇതിനകത്തിലേക്ക് ഉപ്പ് ഞാനിതുവരെ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ഇതിനകത്തിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ അരി വെന്ത് കഴിഞ്ഞു. അതായത് ഏകദേശം 80% വെന്ത് കഴിഞ്ഞ് നമുക്കത് ഊറ്റി എടുക്കാം. അതൊരു സ്ട്രെയിനറിനകത്തിലേക്ക് ഞാൻ ഊറ്റി വെച്ചു. കുക്കർ പ്രഷറെല്ലാം പോയി റെഡി ആയിരിക്കുകയാണ്. വെള്ളമെല്ലാം വറ്റിയൊരു ശകലം വെള്ളം കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പാനിനകത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി ഇതൊന്ന് തിളച്ച് മട്ടനിൽ മസാലയൊക്കെ പിടിച്ച് വരണം. അപ്പോഴത്തേക്ക് ഈ വെള്ളവും കൂടെ വറ്റിക്കൊള്ളും. അതിനകത്തിലേക്ക് ഞാനൊരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വറ്റിട്ട് ഒന്ന് അടച്ചും കൊടുത്തു. പ്രഷർ വരുത്തക്കണം, ശരിക്കും അടച്ചല്ല, അല്ലാതെ ചുമ്മാ ഒന്ന് അടച്ച് വെച്ചിട്ടേ ഉള്ളൂ. വെള്ളം വറ്റണമല്ലോ. ഒരു പാനിനകത്തിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് വറവ് ചെയ്യാനുള്ളത് ചെയ്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കുറച്ചെടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുത്തു. ഒരുപാട് ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. കാരണം കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. ഇത് ഇളക്കി ഒരുവിധമായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ എടുത്ത് വെച്ചിരുന്നതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ടിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂക്കണം. മുന്തിരിങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോഴത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു. ഞാൻ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. കറിവേപ്പില പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അതൊന്നിളക്കി
അതങ്ങ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് വാങ്ങാം. അപ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ റെഡി ആയിരിപ്പുണ്ട്. അപ്പം വെള്ളമെല്ലാം വറ്റി റെഡിയായി. ഇനി അതിനകത്തിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം. ഒരു 80% വെന്തിട്ടുള്ളൂ. ഇനിയും വേണം അത് ബാക്കി വേവാനായിട്ട്. അപ്പോൾ അത് ചോറിട്ടതിന് ശേഷം അതൊന്ന് നല്ലവണ്ണം നിരത്തിയിട്ട് ഒരു തൈരിനകത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. അതതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ചോറിനൊരു കളർ വരാനും ഒരു ടേസ്റ്റിനുമൊക്കെ നല്ലതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കറിവേപ്പിലയും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഒരല്പം പുതിനയില അരിഞ്ഞു വെച്ചിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു. എൻ്റെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്.